സാറിന് എന്താ വേണ്ടത്? വീട്, ഫ്ലാറ്റ് ഓർ വില്ല? ഞങ്ങൾക്കൊരു വീട് വേണം. ഞങ്ങളെന്ന് പറഞ്ഞാൽ എത്ര പേരുണ്ട് സർ? അതിപ്പോ ഞാനും ഗംഗയടക്കം 7 പേര് വരും. വിലയ്ക്ക് വാങ്ങാനാണോ അതോ വാടകയ്ക്കാണോ സർ? വാടകയ്ക്കായിരിക്കും നല്ലതല്ലേ? ഒരിക്കലും അല്ല സാർ, വില കൊടുത്ത് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. സ്ഥലത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുകയല്ലേ ഓരോ ദിവസവും, പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ. ഇനി 1-2 വർഷം കഴിഞ്ഞ് മറിച്ച് വിൽക്കാന്ന് വിചാരിച്ചാൽ അതിനും ഞങ്ങൾ സഹായിക്കും. താമസിക്കാൻ വീട് വാങ്ങിച്ചിട്ട് മറിച്ച് വിൽക്കേ? നല്ല കാര്യമായി. അതിനെന്താ സാർ, സ്ഥലം വാങ്ങി വീട് വെച്ച് മറിച്ച് വിറ്റ് കാശുണ്ടാക്കുന്ന എത്രയോ പേര് ഉണ്ട്. അവർക്കൊക്കെ പ്രാന്തായിരിക്കും. പുഷ്പവാടിയിലൊക്കെ ഒരു കല്യാണം കഴിച്ചൊരു വീട് വെച്ചാലേ പിന്നൊന്നും വേണ്ട. സാറിന്റെ ബജറ്റ് എത്രയാണ്? ബഡ്ജറ്റ് എന്ന് വെച്ചാ? അല്ല, എത്ര രൂപ മുടക്കാനുണ്ടെന്ന്? എൻ്റെ കയ്യിലൊരു 50 ലക്ഷം രൂപയുണ്ട്. ആ മതി സാർ, സിറ്റി ലിമിറ്റിന് പുറത്ത് ഒരു 3 BHK വീടൊക്കെ വാങ്ങിക്കാൻ അത് മതിയാകും. പക്ഷെ അതിനുള്ളിൽ ഈ 7 പേർക്ക് ഫാമിലിയായി താമസിക്കാൻ പറ്റുമോന്നാണ് എന്റെ സംശയം. ഓ, സ്ഥലം എത്ര വരും? പരമാവധി ഒരു 5 സെന്റ് വരും. 5 സെന്റാ? പുഷ്പവാടിയിലെ 5 ഏക്കർ സ്ഥലം വിറ്റ കാശ് 50 ലക്ഷം. അത് പുഷ്പവാടിയല്ലേ സർ, ഇത് ക്യാപിറ്റൽ സിറ്റി. കാറ്റിപ്പൽ സിറ്റിയാ? ചൂടും പുകയും ഹോളിഡേ ഒക്കെ ആയിട്ട് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാ. അങ്ങനെയുള്ള സ്ഥലത്തിനാണോ ഇത്രയും പൈസ? വീടൊന്നും വിലയ്ക്ക് വേണ്ട, വാടകയ്ക്ക് താമസിച്ചാൽ മതി. ഞങ്ങളെ പുഷ്പവാടിയിലേക്ക് തന്നെ പൊക്കോളാം. ശരി സർ. സാറിന് എങ്ങനത്തെ വീടാ വേണ്ടത്? എത്ര ബെഡ്റൂം? ഓടിട്ടതോ ടെറസ് വീടോ? സിറ്റിയിലോ അതോ പുറത്തോ? വീട് സിറ്റി തന്നെ വേണം. നളമോളുടെ ഹാർട്ടിന് പ്രശ്നമുണ്ടേ, അവളുടെ ചികിത്സക്കായിട്ടാണ് ഞങ്ങളിവിടെ താമസിക്കുന്നത്. അതുകൊണ്ട് ആശുപത്രിയായിട്ട് അധികം ദൂരം പാടില്ല. സിറ്റിക്കുള്ളിലാണെങ്കിൽ ഒരു 4 BHKക്ക് ചുരുങ്ങിയ വാടക എന്ന് പറയുന്നത് 50,000 രൂപയാവും. 50,000 രൂപയോ? 4 ബെഡ്റൂമുള്ള വീടാ സർ, 7 പേർക്ക് താമസിക്കണ്ടേ? സാരമില്ല, 1.5 മാസത്തേക്കുള്ളിൽ ഞങ്ങളോട് ഉണ്ടാവില്ലല്ലോ. പുഷ്പവാടിക്ക് തിരിച്ചു പോവും. ഓ, അല്ലെങ്കിലും വാടക ഒരു പ്രശ്നമല്ല. 50 ലക്ഷം രൂപയല്ലേ കയ്യിരിക്കുന്നത്. ഈ വാടക കൊടുക്കുമ്പം നമ്മൾ പറഞ്ഞ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ വീട്ടില്? സാറിന്റെ ഡിമാൻഡ്സ് എന്താണെന്ന് പറഞ്ഞാൽ മതി. വീടിന് ചുറ്റും സ്ഥലം അധികം ഒന്നും വേണ്ട. ഓ, ഒരു 1/2 ഏക്കർ മതി. ആ, അതിൽ നിറയെ മരങ്ങൾ വേണം. തെങ്ങ്, മാവ്, കശുമാവ്, ആഞ്ഞിലി, പേര, അങ്ങനെ അങ്ങനെ പോണം. പിന്നെ പഴങ്ങളുള്ള കുറേ ചെടികൾ ചുറ്റും വേണം. അത് തിന്നാൻ പക്ഷികളോ അണ്ണാനോ ഒക്കെ ഇറങ്ങി വരണം. ഓ, അവരുടെ ശബ്ദം കേട്ടിട്ടാവണം ഉറക്കണിക്കാൻ. ഓക്കെ. കാറിന്റെ ബസിന്റെ ഹോണടി ഒന്നും പാടില്ല. ഓ, നല്ല ശുദ്ധമായ കാറ്റും വെള്ളവും വേണം. വെള്ളച്ചാട്ടം വേണോ സർ? അത് വേണ്ട, അയച്ചു കൂടി പോകും. ഇനി വേറെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോ സർ? തൽക്കാലം ഇത്രയും മതി. ബാക്കി വീട് കണ്ടിട്ട് പറയാം. എന്താ? ഓക്കെ സർ. സാറേ, തിരുവനന്തപുരം സിറ്റിയിലെ ഈ പറഞ്ഞ രീതിയിലൊരു വീട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സർ. താരം അങ്ങനെയൊന്നും അല്ലല്ലോ എന്നോട് പറഞ്ഞത്. നിങ്ങൾ ഭയങ്കര സെറ്റപ്പ് ആണെന്നാണല്ലോ എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇവിടെ ഉള്ളതല്ലേ സർ എനിക്ക് എടുത്തു തരാൻ പറ്റത്തുള്ളൂ, പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തായാലും സാറിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില വീടുകൾ ഞാൻ കാണിച്ചു തരാം. സാറ് തന്നെ അതിൽ നിന്ന് സെലക്ട് ചെയ്താൽ മതി. ശരി. ഇത് നോക്കണം സർ. എന്റെ കയ്യിൽ ഇത്രയൊക്കെ സ്റ്റോക്ക് ഉള്ളൂ സർ. ഇവിടുത്തെ വീടൊന്നും ശരിയല്ല. പുഷ്പാടിലാണെങ്കിലേ ഏത് വീടിന്റെ മുമ്പിൽ നോക്കിയാലും ഒരു മലയെങ്കിലും കാണാം. പുഷ്പവാടിയിൽ നിന്ന് വന്നപ്പോ ഒരു മലയും കൂടെ കൊണ്ടുവന്നുവിടായിരുന്നു സർ. ഇയാള് വലിയ തമാശക്കാരാണല്ലോ. ഓരോന്ന് കാണുമ്പോ അറിയാതെ തമാശ വന്നു പോകുന്നതാ. ഇനിയിപ്പോ എന്തോ ചെയ്യും? സാറിന്റെ നമ്പർ ഇവിടെ ഉണ്ടല്ലോ, പറ്റിയത് വരുമ്പോ ഞാൻ അങ്ങോട്ട് സാറിനെ കോണ്ടാക്ട് ചെയ്തോളാം. എന്നാ ശരി. ഓക്കെ, ശരി സർ.
തിരുവനന്തപുരം സിറ്റിയിൽ ഞാനിനി ഒരു കാട് വളർത്തണമെന്ന്. ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നടാ? ഭാരതി, നീ ശിവരാമനെ രക്ഷിക്കാമെന്നും കരുതണ്ട. കുറച്ചു നാളത്തേക്ക് അവൻ എൻ്റെ അടുത്ത് ഒളിച്ചു നടക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷേ പുഷ്പവാടി മാത്രമൊന്നുമല്ല, അതിന് പുറത്തും ജയപാലൻ ആളുണ്ടെന്ന് ഓർത്തോ. അവൻ എൻ്റെ ആൾക്കാരെ മുമ്പിൽ പെടുമ്പോഴേ 2 തുണ്ടോ. 40 സമയം കഴിഞ്ഞുപോയി ഭാരതി. എൻ്റെ ചങ്കും കൂടി തുറന്നിട്ടേ എൻ്റെ ഹൃദയവാ അവർക്ക് കൂടി പറിച്ചോണ്ട് പോയതേ. എന്നെ മോള് വെച്ചിട്ട് ഓടി. അച്ഛാ, അച്ഛാ, എന്താടാ? അച്ഛാ, എന്താ? രാഗിണി ചേച്ചി കുറെ നേരമായി കഥ കടിച്ചിരിക്കുക. അച്ഛാ, തട്ടിയിട്ട് തുറക്കുന്നുമില്ല. അച്ഛാ, എന്തുവാ? അച്ഛൊന്ന് വേഗം വന്നേ. ചേച്ചി എന്തേ കാണിക്കുന്നേ? ചതിക്കണ്ടേ മോളെ, ചതിക്കണ്ടേ. കുടിക്കേച്ചി, ചേച്ചി കുടിക്കേ. അയ്യോ അയ്യോ അയ്യോ. അച്ഛാ, ഇതൊക്കെ ഇനിയും തല ഇടിക്കണമെന്നുണ്ടെങ്കിൽ എന്നെയും കൂടെ ചേർത്തിടിക്കച്ചാ. തോറ്റുപോയില്ലേ മക്കളെ, നിന്റെ അച്ഛൻ തോറ്റുപോയില്ലേ. ആ കാവേരി, ശാരദ, ചാരുലത, ശിവരാമൻ, ഇവരാരുമല്ല എന്നെ തോപ്പിച്ചത്. നീ ഒറ്റയാളാ, നീ ഒറ്റയാളാ. മക്കളെ, 50 ലക്ഷം അല്ല, 50 കോടി കൊടുക്കാം. അതിനുള്ളതൊക്കെ ഉണ്ട് ജയപാലിന്റെ കയ്യില്. തോട്ടവും പുരയിടവും കയ്യിലുള്ള എല്ലാം വിട്ടുകൊടുത്തേക്കാം. ഈ ഉടുതുണി മാത്രമായിട്ട് തെരുവിലേക്ക് ഇറക്കി വിട്ടാലേ അവന്ന് പൊരുതി കേറുമി ജയപാലൻ കേറിയിട്ടുണ്ട്. പക്ഷേ എന്റെ കുടുംബത്തിന് അതൊരു പോറിൽ പറ്റിയ അച്ഛൻ തകർന്നു പോവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാ ഈ അച്ഛൻ ജീവിക്കുന്നത്. ഇതൊക്കെ കാണാനായിട്ട് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? മക്കളെ, നിന്റെ കല്യാണം മുടങ്ങുമെന്ന് അച്ഛൻ സത്യമായിട്ടും കരുതിയില്ല. നടക്കും എന്നാ കരുതിയത്. അതിനിടയിലാ ആ കാവേരി. വേണ്ടച്ചാ, നീവിനെ എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേണ്ട. പക്ഷെ ആ കാവേരിക്ക്, അവൾക്ക് മാത്രം അവനെ കിട്ടരുത്. അത് നീ അച്ഛനോട് പറഞ്ഞാ പോരെ? അതിന് നീ ഇങ്ങനെ കിടന്നു പോന്നു. വാക്ക് താഴ്ച. മോളെ, നീ എനിക്കൊരു വാക്ക് തരണം. ഇതുപോലൊരു അബദ്ധം ഇനി കാണിക്കത്തില്ല എന്ന്. വാക്ക്. എങ്കിലേ ഇത് അച്ഛൻ്റെ വാക്കാ.
പറഞ്ഞ് തീർക്കട്ടെ? നീ പറഞ്ഞാ മതി. വേണ്ടച്ചാ, സമയമാവുമ്പോ ഞാൻ പറയാം. അയ്യോ എന്തൊക്കെയായി പറയുന്നത്? മാറില്ല അങ്ങോട്ട്. മുട്ടാലും അവള് വന്നേക്കുന്നു. അച്ഛാ, കൊല്ലേണ്ടി വന്നാ കൊല്ലണോ അച്ഛാ? വെട്ടി വെട്ടി കൊല്ലണം. അച്ഛാ, ആ ചോറ് തുടക്കച്ചാ. വേണ്ട മോളെ, ഈ മുറിവ് ഉണങ്ങാൻ പാടില്ല. ഇതൊരു തൂവല് പോലെ എൻ്റെ നെറ്റിയിൽ അങ്ങനെ കിടക്കണം. ഇത് കണ്ണാടി കാണുമ്പോഴൊക്കെ എനിക്ക് ഈ നിമിഷം ഓർമ്മ വരണം. തോറ്റ് തറപറ്റിയ നിമിഷം. ഈ ചോരയുടെ ഓർമ്മ ചോര കണ്ടു തന്നെ മായൂ. തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചേക്ക് തന്നെ. വരുന്നുണ്ടോടി, ഞാൻ വരുന്നുണ്ട്. ശരി, താങ്ക്സ്. അവര് സർക്കാർ ജോലി ഉള്ളവർക്കേ വീട് കൊടുക്കുള്ളൂന്ന്. അതെന്താ? വാടക കൃത്യമായിട്ട് കിട്ടുമെന്ന് സംശയമുണ്ടെന്ന് അവര് തുറന്നു പറഞ്ഞു. അവരെ കൊണ്ട് പൊല്ലാപ്പിനൊന്നും വയ്യാന്ന്. ആ, ചിലര് സർക്കാർ ജോലിക്കാർക്ക് കൊടുക്കും, വേറെ ചിലർക്ക് അധികം ആളുകൾ താമസിക്കാൻ പാടില്ല. പിന്നെ ചിലർക്കാണെങ്കിൽ കുട്ടികൾ പാടില്ല വീട്ടിൽ. എന്ത് കഷ്ടമാണെന്ന് നോക്കണേ. ഇങ്ങനെയൊക്കെ ആളുകൾ എങ്ങനെ വീടെടുത്ത് വാടകയ്ക്ക് താമസിക്കുക? അവരുടെ വീടല്ലേ അമ്മേ, ആർക്ക് കൊടുക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരല്ലേ. എന്തോ തടസ്സമുണ്ട് മോളെ. എന്ത് തടസ്സം? എല്ലാം നിന്റെയൊക്കെ മിടുക്കി നടക്കുന്നെന്നാണോ കരുതിയിരിക്കുന്നത്? എന്തോ തടസ്സമുണ്ട് മോളെ. എന്ത് തടസ്സം? എല്ലാം നിന്റെയൊക്കെ മിടുക്കി നടക്കുന്നെന്നാണോ കരുതിയിരിക്കുന്നത്? എല്ലാം മംഗളമായിട്ട് നടക്കണമെങ്കിൽ ദൈവാധീനം കൂടി വേണം. എന്നെ പിടിച്ച് തിന്നല്ലേ അച്ഛമ്മേ. കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എടീ, 5-6 പെണ്ണുങ്ങളുണ്ടല്ലോ, അമ്പലത്തിൽ നിന്ന് പോകുകയോ ഭഗവാനെ ഒന്ന് തൊഴുകയോ ചെയ്തിട്ട് എത്ര നാളായി? ശാരദേ, നീയും അത് മറന്നു. വീട് കിട്ടാൻ മാത്രമല്ല, ഈ കിടക്കുന്ന കൊച്ചിന്റെ ദീർഘായുസിനും ഭഗവാനേ ഉള്ളു തുണ. അമ്പലത്തിൽ പോകാൻ സമയം കിട്ടുന്നില്ല എന്ന് മാത്രമേ ഉള്ളമ്മ. ഈശ്വര കൈവിടൽ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. വഴിപാടുകളാണേ കുറെ ബാക്കി കിടക്കുന്നത്. സമയത്തിന് എന്താടി കുഴപ്പം? ഇവിടെ കുത്തിയിരിക്കുന്ന സമയം നിനക്ക് അമ്പലത്തിലേക്ക് ഒന്ന് ഇറങ്ങിക്കൂടെ? അതുകൊള്ളാം. അതിന് ഇവിടെ എവിടെയാണ് അമ്പലമെന്ന് എനിക്കറിയാമോ? കൊള്ളാം. എടി, 5 മിനിറ്റ് നടന്നാൽ എത്തുന്ന ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. ആ, അങ്ങനെയാണെ രാവിലെ തന്നെ പോവാം. അല്ലമ്മ, അമ്മ എങ്ങനെ അറിഞ്ഞു ഇവിടുത്തെ അമ്പലമൊക്കെ? അതൊക്കെ ഞാൻ വന്നപ്പോഴേ ആ കൊച്ചിനോട് ചോദിച്ച് മനസ്സിലാക്കി. ആ, വീടന്വേഷണേ അച്ഛമ്മ അങ്ങ് ഏൽപ്പിച്ചാ മതിയായിരുന്നു. പൊടി നിഷേധി. എല്ലാരും കിടക്കാറായോ? ഇല്ല മോളെ, ബെഡ്റൂമിൽ എത്തിയാലേ ഞങ്ങൾ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചിരിക്കും. അതൊരു പതിവാ. അകത്തേക്ക് വാടി. ഇല്ല, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം പറയാനുണ്ട്. ആ, ഇപ്പൊ വരാം. ആ, കവേരി, ഞാൻ കുറച്ച് നമ്പറൂടെ എഴുതിയിട്ടുണ്ട്. നീ അതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ശരി ചേച്ചി.
ഓ, ഞാൻ ഈ വെളുപ്പാങ്കാലത്ത് ഈ മുട്ടുവേദന വെച്ച് എങ്ങനെ ആടി? ഉടനെ ഇങ്ങോട്ട് കിടന്ന് അവിടെ പോയി കിടക്ക് ചെല്ലേ. എന്താടി? എടി, എനിക്കിവിടെ ഒരു ബൊട്ടീക്ക് ഉണ്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? നീ ഇടയ്ക്കൊക്കെ അങ്ങോട്ടൊന്നും ഇറങ്ങാത്തെന്താ? അതെവിടെയാന്ന് എനിക്ക് അറിയില്ലല്ലോടി. കൊള്ളാം. നാളെ നമുക്ക് ഒരുമിച്ച് പോകാം അങ്ങോട്ട്. നീ കൂടെ ഉണ്ടെങ്കിൽ അതെനിക്കൊരു സഹായമാവും. ഞാനോ? ഞാൻ ഇന്നോ നാളെ അങ്ങ് പോവില്ലേടി. നിന്നെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിലോ? എടി, ബുട്ടിക്ക് നീ കൂടെ ഉണ്ടെങ്കിൽ എനിക്കതൊരു ഉപകാരമാവും. ആ, വിനീതേട്ടനും തയ്യലറിയാലോ. ബിസിനസ് നമുക്ക് ഇരട്ടിയാക്കാം. ജോലിക്കാരായല്ല, ബിസിനസിന്റെ ഒരു ഷെയർ തന്നെ നിങ്ങൾക്ക് ഞാൻ തരാം. ആ കൂട്ടത്തിൽ നിലയുടെ ചികിത്സയും നടക്കും. ഞാൻ ഇവിടെ അടുത്ത് തന്നെ ഒരു വീട് നോക്കിത്തരാം. ഇതൊക്കെ എന്റെ സിനോജേട്ടനും വീട്ടുകാർക്കും ഒക്കെ ഇഷ്ടമാവൂടി. എടി, സിനോജേട്ടനെ ഇക്കാര്യം എന്നോട് ഇങ്ങോട്ട് പറഞ്ഞത്. നേരം വൈകിയില്ലേ, നീ പോയി കിടന്നോ. നിന്റെ വിനീതേട്ടനോട് ആലോചിച്ചിട്ട് നാളെ തന്നെ ഒരു മറുപടി പറഞ്ഞാ മതി. ഹലോ. ഞാനാ മോളെ, പുഷ്പവാടിന്നേ, ജയപാലൻ അങ്കിൾ. മോളെന്നെ അങ്ങ് മറന്നുപോയെന്ന് തോന്നല്ലോ. ഇല്ലെങ്കിലേ, അങ്കിള് പറഞ്ഞോ. അല്ല, മോളിപ്പോ തിരുവനന്തപുരത്തല്ലേ? അതെ. അതാ മോളെ ഈ ഇടയ്ക്ക് ഇവിടെ കാണാത്തതേ. അങ്കിളെ, എനിക്കൊരല്പം തിരക്കുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് പറഞ്ഞ് തീർത്തേക്കാം മോളെ. മോളെ ഇന്നിപ്പോ ഓർക്കാനും വിളിക്കാനും ഒക്കെ ഒരു കാരണമുണ്ടായി. ഞാൻ എൻ്റെ പെട്ടിയിൽ പഴയ കുറെ സാധനങ്ങളൊക്കെ നോക്കുന്ന കൂട്ടത്തിലേ മോളുടെ വീടിന്റെ ആധാരം ഇരിക്കുന്നു. എന്റെ വീടിന്റെയോ? അതെ, മോളുടെ വീടിന്റെ എന്ന് പറഞ്ഞാ മോളുടെ പഴയ വീടിന്റെ. ഇവിടുത്തെ പുഷ്പാടിയുടെ വീടില്ലയോ? മോളുടെ അച്ഛൻ കരുണാകരൻ നായരാ അതെന്റെ കൊണ്ട് തന്നതേ. പകരം ഒരു 10 ലക്ഷം രൂപ അങ്ങോട്ട് മേടിച്ചായിരുന്നു. അതങ്ങേർക്ക് ധൂർത്തടിക്കാനല്ല കേട്ടോ, മോളുടെ കല്യാണം നടത്താനെന്നാ അന്നിനോട് പറഞ്ഞതേ. കാശ് വാങ്ങിപ്പോയിട്ട് വർഷം 4-5 ആയേ. അങ്കിളെ, ഇതൊന്നും ഞാൻ അല്ല, അത് മോളോട് പറഞ്ഞിട്ടുണ്ടാവൂല. കരുണാകരനാര് വലിയ അഭിമാനില്ലയോ? പക്ഷേ ആ അഭിമാനമൊന്നേ എൻ്റെ അടുത്ത് കാണിച്ചില്ല. മാസാമാസം പലിശ കൃത്യമായിട്ട് തരാന്ന് പറഞ്ഞാ എൻ്റെ പണം എണ്ണി വാങ്ങിച്ചതേ. അങ്കിളെ, കല്യാണം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടപ്പായി. സ്ട്രോക്ക് വന്ന് കിടപ്പായി. ഇനി കല്യാണം കഴിക്കാൻ താഴെ 2 പെണ്ണുങ്ങൾ വേറെ നിൽക്കുന്നു. ഇതൊക്കെ എനിക്കറിയാം മോളെ. പക്ഷേ കാശ് തന്നെ വേണ്ടേ മോളെ? സ്ട്രോക്ക് വന്ന് കിടപ്പിലായ കരുണാകരൻ നായരെയും ഭാര്യയെയും 2 മക്കളെയും കൂടെ തെരുവിലോട്ട് പിടിച്ചിറക്കി വിട്ടാലോന്നാ എൻ്റെ ആലോചനയെ. അല്ല, അവർക്കിപ്പോ തെരുവിലൊന്നും കിടക്കേണ്ടി വരത്തില്ലല്ലോ. മോളുടെ തിരുവനന്തപുരത്തെ വീട്ടിലെ ഇഷ്ടംപോലെ സ്ഥലമുണ്ടല്ലോ. അതിപ്പം മോളൊരു ജീവകാരുണ്യ കേന്ദ്രമാക്കിന്നാ എനിക്ക് കിട്ടിയ വിവരമേ. മനസ്സിലായി അങ്കിളെ. ഞാൻ എന്താ വേണ്ടേന്ന് അങ്കിള് പറയ്. ഞാനൊന്നും വിചാരിച്ച് ചോദിച്ചതൊന്നുമല്ല. ഓരോ വീടിനും രാശി എന്നൊക്കെ പറയാറുണ്ടല്ലോ. പൊതുവെ ഉള്ളൊരു ശീലം കൊണ്ട് അങ്ങ് ചോദിച്ചു എന്നേ ഉള്ളൂ. അവര് പോയി, അത്രേ എനിക്കറിയാം.